എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മൾ മസാജിങ് ഒക്കെ ചെയ്യണം. രാവിലെ ഏത് ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യാം. വീണ്ടും വീണ്ടും എല്ലാവരും എന്നോട് ചോദിക്കുന്നു, ചേച്ചി ആ ഓയിൽ യൂസ് ചെയ്യാമോ, ഈ ഓയിൽ യൂസ് ചെയ്യാമോ? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏത് ഓയിലും മസാജിങ്ങിന് യൂസ് ചെയ്യാം. ദിവസം ഓരോ ഓയിൽ മാറ്റി യൂസ് ചെയ്യുന്നതും മസാജ് ചെയ്യുന്നതും കൊണ്ട് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ആന്റി ഏജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, സ്കിൻ വൈറ്റനിങ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ മസാജിങ് എന്ന് പറയുന്നത് ഒരു വലിയ സ്റ്റെപ്പാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഞാൻ ഒരുപാട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില പേര് കേട്ടോ, ഞാൻ ഒരുപാട് സംസാരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്ന കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി കൊടുക്കണ്ടേ നമുക്ക്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ ഇടുന്ന ഓരോ പാക്കുകളും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന സാധനങ്ങൾ ഇല്ലെങ്കിൽ മാറ്റി ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. അലർജിക് ആയിട്ടുള്ള ഒരു സാധനങ്ങളും നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ ആരെയും ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ പോലും ചെയ്യരുത്. അലർജിക് ആയിട്ടുള്ള ഒരു സാധനവും ചെയ്യണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം, അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകുമോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെവിയുടെ ഈ ഒരു സൈഡിലായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ മുഖത്തിന് സ്യൂട്ട് ആകുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ഒരു സൈഡിലായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാക്ക് ഇടുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് തിരിച്ചറിയുന്നതെന്ന്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ സ്കിൻ ടൈപ്പ് തിരിച്ചറിയാൻ പറ്റത്തില്ല. എൻ്റെ സ്കിന്ന് സംടൈം ഭയങ്കര ഓയിലി സ്കിൻ ആയിരിക്കും, സംടൈം ഭയങ്കര ഡ്രൈ ആയിട്ട് സ്കിൻ ആയിട്ടായിരിക്കും. ചിലർക്ക് അങ്ങനെയും വരാറുണ്ട്. നമ്മുടെ സ്കിന്ന് ഒരേ സ്കിൻ ടൈപ്പായിട്ട് എപ്പോഴും ഇരിക്കണമെന്നില്ല. ചിലപ്പോൾ നമുക്കൊരു യങ് ഏജിൽ ഉണ്ടായിരുന്ന സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല, ഒരു എബോവ് 30-35 ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. സ്കിൻ ടൈപ്പ് കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, അതായത് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല വഴി എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഫേസ് നല്ല പോലെ വാഷ് ചെയ്യുക. ഏതെങ്കിലും ഒരു നല്ല മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ നമ്മുടെ സീക്രട്ട് ഫേസ് വാഷസോ എന്തെങ്കിലും വെച്ച് ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് തുടച്ചിട്ട് ഒരു മണിക്കൂർ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്യേണ്ട. ഫേസ് ജസ്റ്റ് റിലാക്സ് ആയിട്ട് ഫ്രീ ആയിട്ട് വിടുക. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട്, നമ്മുടെ ഫേസ് ടിഷ്യൂ ഉണ്ടല്ലോ, ആ ടിഷ്യൂ ആണ് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്, നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ടിഷ്യൂ. അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ ഫേസിന്റെ മേളിൽ ഒറ്റ ലെയറായിട്ട് എടുത്തിട്ട് നമ്മുടെ ഫേസിന്റെ മേളിൽ നല്ല പോലെ കൈ കൊണ്ട് ഇങ്ങനെ അമുക്കി വെക്കുക. എന്നിട്ട് നമ്മൾ കിടക്കുക. നമ്മളിങ്ങനെ കുറച്ചു നേരം കിടന്നിട്ട് നല്ല പോലെ അമുക്കി വെച്ചേക്കുക. ഒരു 5 to 10 മിനിറ്റ്സ് നമ്മുടെ മുഖത്തതിരിക്കണം കേട്ടോ. അത് നല്ല പോലെ തുടയ്ക്കരുത്. നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് മുഖം തുടച്ചിട്ടൊന്നും അല്ല ടിഷ്യൂ വയ്ക്കുന്ന, ഒന്നും ചെയ്യരുത്. നല്ല പോലെ ഫേസിൽ ഒട്ടിച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പം ടിഷ്യൂ എടുത്ത് നോക്കുമ്പോൾ ടിഷ്യൂവിൽ ഫുള്ളായിട്ട് ഓയിൽ മയം ഉണ്ടെങ്കിൽ നല്ല ഓയിലി സ്കിന്നാണ് നിങ്ങളുടേത്. നല്ലപോലെ നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ടിഷ്യൂവിൽ നല്ലപോലെ ഓയിലി സ്കിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഓട്ടോമാറ്റിക് സെബം പ്രൊഡ്യൂസായി ഓയിൽ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ടെന്നല്ല, ഓയിൽ ഉണ്ടാകും. നല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ആ ടിഷ്യൂവിൽ ഒരു ശകലം പോലും നനവ് കാണത്തില്ല. നമ്മൾ എടുത്തു കഴിയുമ്പോഴും സ്കിന്ന് അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതേസമയം നമ്മുടെ ടീ ഏരിയയിലാണ് ഒരു ഈർപ്പമയം ഉള്ളത്. ആ ടിഷ്യൂ പേപ്പറിൽ നമ്മുടെ ടീ ഏരിയയിലാണ് ഈറമയം അല്ലെങ്കിൽ ഒരു എണ്ണമയം ഉള്ളതെങ്കിൽ നമ്മുടേത് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. നമുക്കറിയാം, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തും നമ്മുടെ ഈ മൂക്കിൻ്റെ ഒരു ഭാഗത്തും ഒക്കെ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും. അത് ബാക്കിയുള്ള ഈ ഭാഗങ്ങളൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അത് ഒരു കോമ്പിനേഷൻ ടൈപ്പാണ്. ഇതാണ് നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു സ്കിൻ ടൈപ്പ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ മുഖമൊന്നും കഴുകാതെ കണ്ണാടിയുടെ അടുത്ത് പോയി നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ വലിഞ്ഞിരിക്കുന്ന കാണാം, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട്. അങ്ങനെയുള്ളത് ഡ്രൈ സ്കിന്നും, പിന്നെ നമ്മുടെ പോർസ് ഒക്കെ കുറച്ച് ഓപ്പൺ ആയി ഭയങ്കര ഒരു ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കുന്നത് ഓയിലി സ്കിന്നും, ഇവിടെ മാത്രം ഡ്രൈ ആയിട്ട് നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട്, ഇവിടെ മാത്രം ഓയിലി ആയിട്ടും, അതായത് നമ്മുടെ ടീ ഏരിയയിൽ ഓയിലി ആയിട്ടും ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നതുമാണെങ്കിൽ ഡ്രൈ കോമ്പിനേഷൻ സ്കിന്നും. ഇങ്ങനെയാണ് നമുക്ക് ഒരുവിധം നമ്മുടെ സ്കിന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർ എപ്പോഴും 2 രീതിയിലുള്ള പാക്കും അവർക്ക് സ്യൂട്ടാകും. ഇപ്പോൾ നോർമൽ സ്കിന്നിൻ്റെ ആയിരുന്നാലും ശരി, ഡ്രൈ സ്കിന്നിൻ്റെ ആയിരുന്നാലും ശരി, രണ്ടും ഈ കോമ്പിനേഷൻ സ്കിന്നിന് സ്യൂട്ടാകും. പക്ഷേ ഈ ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഇപ്പോൾ എല്ലാ ഒരിതും സ്യൂട്ടാകണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി പാക്കുകളുടെ. ഓക്കെ, ഇത്രയാണ് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യങ്ങൾ.
അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഗ്രേ ഹെയർ ചലഞ്ചിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ശ്രീവിദ്യ എന്നൊരു ഡോക്ടറുണ്ട്. ശ്രീവിദ്യ എന്നല്ലേ പേര്, ആ ശ്രീവിദ്യ എന്നൊരു ഡോക്ടറുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഗ്രേ ഹെയർ ചലഞ്ചിൽ പ്രത്യേകിച്ചും അകാല നര ഉള്ളവർക്ക് മുടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മുദ്ര ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ മുദ്ര ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എന്നോട് പറഞ്ഞു കൊടുക്കണേ, ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ കൈ വിരൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു 2 വിരൽ ചേർത്ത് പിടിക്കാം. അതായത് ഈ ഒരു വിരലും ഈ ഒരു വിരലും ചേർത്ത് പിടിക്കാം. ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ധ്യാനത്തിലിരിക്കുന്നത് പോലെ, നമ്മൾ ഇരുന്നിട്ട് ധ്യാനത്തിലിരിക്കുന്നത് പോലെ ഒരു 50 മിനിറ്റെങ്കിലും നമ്മൾ വെച്ചേക്കണം എന്നാണ് പറഞ്ഞത്. അതിനകത്ത് 50 മിനിറ്റെങ്കിലും വെക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പൃഥ്വി മുദ്ര എന്നാണ് ഇതിന് പറയുന്നത്. പൃഥ്വി മുദ്ര. അപ്പോൾ ഈ ഒരു മുദ്രയിൽ, അതായത് കുട്ടികളൊക്കെ അകാല നരയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലപോലെ ഇത് പ്രയോജനപ്പെടും. അപ്പോൾ അവർക്ക് ഇതുപോലെ ചുമ്മാ ഇരിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു സമയത്തോ അവരെടുത്ത് ഇങ്ങനെ അധിക സമയം വെച്ചേക്കാനായിട്ട് പറയുക. അപ്പോൾ നമ്മുടെ അകാല നര മാറാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ എന്നും പറയണമെന്ന് വിചാരിക്കും, നമ്മുടെ വീഡിയോ ഇടയിൽ ഞാൻ മറന്നു പോകും. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് ശീലിപ്പിച്ച് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്ന്, ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫേസ് മാസ്ക്. അതായത് നമ്മൾക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് ഫേസ് മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഏജ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റിങ്കിൾസ്, ഫൈൻ ലൈൻസ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ മാറ്റി സ്കിന്നിന് നല്ല കളർ കൊടുക്കാനും അതേസമയം സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനും വളരെയധികം സഹായിക്കും ആൻറ്റി ഓക്സിഡൻറ്റ് മാസ്ക്സ്. അപ്പോൾ അതുപോലുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് മാസ്ക് നമ്മൾ വയസ്സാകുമ്പോൾ നമ്മുടെ മുഖത്തിന് വളരെ അത്യാവശ്യമാണ്. ഇതുപോലുള്ള ഒരു മാസ്ക് നിങ്ങൾ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ഫേസിൽ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള പോംഗ്രനേറ്റ് പോലുള്ള ഫ്രൂട്ട്സും ധാരാളമായിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് മാസ്ക്, ഫേസ് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ നിങ്ങൾ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഫേസിൽ എങ്ങനെയാണ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് കിടക്കേണ്ടതെന്നുള്ള 2 രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ വയറ് അധികമായിട്ടുള്ളവരാണെങ്കിൽ, കാരണം നമുക്ക് വയറ് ഒരുപാട് തള്ളിയിരുന്ന ഭയങ്കര വൃത്തിയാണല്ലേ, വയറ് അധികമായിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് തന്നെ ഒരു കണ്ടിന്യൂസ് ഒരു 10 ദിവസം രാവിലെ കുടിക്കുക. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും. ആ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ മാക്സിമം എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുക. അൾസർ അല്ലെങ്കിൽ അസിഡിറ്റി അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിച്ചതിന് ശേഷം ആ വെള്ളം കുടിക്കുക. അല്ലാത്തവർക്ക് പുതിനയിട്ട വെള്ളമോ ത്രിഫലയിട്ട വെള്ളമോ കുടിക്കാം. ത്രിഫലയിട്ട വെള്ളം കുടിക്കുന്നവർ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് മാത്രം ത്രിഫല ഉപയോഗിക്കാം. കാരണം ത്രിഫല എല്ലാവർക്കും സ്യൂട്ടാകണം എന്നില്ല. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ത്രിഫല മേ ബി സ്യൂട്ടാകണം എന്നില്ല. ചില പേർക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ അധികമായിട്ട് വരികയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ, എന്തെങ്കിലും അസുഖം, ശാരീരിക അസ്വാസ്ഥ്യങ്ങളുള്ളവർ നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ത്രിഫല ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒന്ന് ചോയ്സ് ചെയ്യാം. പിന്നെ രാവിലെ മറക്കാതെ മസാജ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഓയിൽ വെച്ച് നല്ല രീതിയിൽ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പാക്ക് നിങ്ങൾ നൈറ്റ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു പാക്ക് ഇടാം. ഇതിനാവശ്യം വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത്, ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ ടീ ആണ്. അതായത് 1 ബാഗിലുള്ള ഗ്രീൻ ടീ. നിങ്ങളുടെ കയ്യിൽ ഇലയാണുള്ളെങ്കിൽ നല്ലപോലെ പൊടിച്ചിട്ട് ഒരു ടീസ്പൂൺ ഗ്രീൻ ടീ എടുക്കുക. ഗ്രീൻ ടീ ആണ് ആദ്യം നമുക്ക് വേണ്ടത്. അതിനുശേഷം നമുക്ക് വേണ്ടത് കൊക്കോ പൗഡർ. ഞാൻ ഓൾറെഡി നിങ്ങളോട് നമ്മുടെ ഗ്രേ ഹെയർ ഉള്ളപ്പോഴേ കൊക്കോ പൗഡർ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് എല്ലാ പാക്കും കൂടെ മിക്സ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കൊക്കോ പൗഡർ നമുക്ക് ഉൾപ്പെടുത്തിയിരുന്നില്ല. നമുക്ക് ഇനിയുള്ള ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ ആ കൊക്കോ പൗഡറിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഒരു മുക്കാൽ ടീസ്പൂൺ കൊക്കോ പൗഡർ നമുക്കറിയാം ഫേസിനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ചോക്ലേറ്റ് ഫേഷ്യലൊക്കെ ഇല്ലേ, അതിനൊക്കെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നല്ലതാണ് കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂൺ അലോവേര. ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ ഫ്രഷ് അലോവേര എടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ അലോവേര ജെൽ എടുക്കാം കേട്ടോ. എനിക്ക് നല്ലൊരു ഫ്രഷ് അലോവേര കിട്ടി കേട്ടോ. അല്ല, ഫ്രഷ് ആയിട്ട് ഇതേ ഒരു ഗുണവും ഇല്ലാതെ ഇവിടെ ഒരു ഓർഗാനിക് ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. നല്ല സൂപ്പർ അലോവേര ജെൽ, ഒരു മണവും ഇല്ല, ഒന്നുമില്ല, നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ അതേ ഇത്. അപ്പോൾ അലോവേര ജെൽ എടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഹണി എടുക്കുക. അതിനുശേഷം അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ എടുക്കുന്നത്. അതിനുശേഷം വേണ്ടത് 1 സ്പൂൺ തൈര്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് വേണ്ടത്. എന്നിട്ട് ഇത് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കണം.
ഞാൻ എപ്പോഴും വിചാരിക്കും പാത്രം കുറച്ച് വലുതെടുക്കണമെന്ന്, പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയ പാത്രമേ തരത്തുള്ളൂ. ഇതൊരു സൂപ്പർബ് ആൻറ്റി ഓക്സിഡൻറ്റ് പാക്കാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ലൊരു ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസിയിലാക്കണം. ഇപ്പോൾ അതേ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡി. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ ഈ വയസ്സാകുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, ദിവസം ഒരു 2 പീസ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതും യെല്ലോ കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നതും നമുക്ക് റിങ്കിൾസ് ഒന്നും അധികം വരാതിരിക്കാനായിട്ട് സഹായിക്കും. ഇനി അതൊക്കെ ചെയ്തു നോക്കണം കേട്ടോ. കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ തട്ടിപ്പറിച്ച് നമുക്കും കഴിക്കാറുള്ള ചോക്ലേറ്റ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ ചോക്ലേറ്റ് വാങ്ങിക്കേണ്ടത്. ഞാൻ കഴിക്കും കേട്ടോ. ഞാനിവിടെ വാങ്ങിച്ചാലും പകുതി എനിക്കും പകുതി അവക്കും, അങ്ങനെ ഞാൻ വാങ്ങിക്കാറുള്ളൂ, ഞാൻ കഴിക്കും. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് കഴിക്കുക. യെല്ലോ കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് കഴിക്കുക. അതൊക്കെ നമുക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അത് നമ്മൾ ഫേസൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത്, മസാജ് ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് വാഷ് വെച്ച് ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. സൂപ്പർ റിസൾട്ട് ആയിരിക്കും കേട്ടോ. നിങ്ങൾ വിചാരിക്കും ചേച്ചി എന്താ എപ്പോൾ നോക്കിയാലും സൂപ്പർ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ഞങ്ങൾക്ക് അറിയത്തില്ലേ, എപ്പോഴും എന്താണ് ഈ പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, എനിക്ക് ഈ പറയുമ്പോൾ ഉണ്ടല്ലോ, പറഞ്ഞാലേ ഒരു സുഖമുള്ളൂ കേട്ടോ, പറയുമ്പോഴാണ് ഒരു രസം കിട്ടുക. ഇത് നിങ്ങൾ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്യുക. നമ്മുടെ കണ്ണിന് താഴെയൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. നല്ലപോലെ കറുപ്പും കണ്ണിൻ്റെ ക്രോ ലൈൻസും ഒക്കെ, കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് മാറാനൊക്കെ സൂപ്പർബാണ് ഈ പാക്ക്. നല്ലപോലെ നല്ലപോലെ പാക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഫേസിൽ അങ്ങനെ വെച്ചേക്കുക. നിങ്ങൾ മിണ്ടരുത്, സംസാരിക്കരുത്, ജസ്റ്റ് വെച്ചേക്കുക. നല്ലപോലെ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകാം. ഞാനിപ്പോൾ ഒന്ന് ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അതിനുശേഷം നല്ല ഉണങ്ങിയിട്ട് കഴുകിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു 20 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം ചൂടുവെള്ളത്തിലും ഇളം ചൂടുവെള്ളത്തിലും, ഇവിടെ ഇളം ചൂടുവെള്ളത്തിൽ കഴുകേണ്ട കാര്യമൊന്നുമില്ല, പൈപ്പിൽ നിന്ന് വരുന്നത് തന്നെ തിളച്ച വെള്ളമാണ്, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ചൂടുവെള്ളത്തിലും കഴുകി അതിനുശേഷം നോർമൽ വാട്ടറിലും കഴുകുക. ഇതിനുശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതിൽ ഓൾറെഡി മോയ്സ്ചറൈസ്ഡ് ആണ്. ഇതിനകത്ത് തൈരും ഹണിയും ഒക്കെ കൊക്കോ പൗഡറും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. നിങ്ങൾ ടോണറോ മോയ്സ്ചറൈസറോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, അത്രയ്ക്കും സ്കിന്ന് നല്ല നീറ്റായിട്ടിരിക്കും. ഇത് നിങ്ങൾ രാത്രി ചെയ്തിട്ട് രാവിലെ നോക്കുമ്പോഴാണ് ഫേസ് നല്ലപോലെ ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കുക. എവിടെയെങ്കിലും നമുക്ക് ഇച്ചിരി പ്രായമുള്ളവരൊക്കെ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു 2 ദിവസം മുമ്പ് കണ്ടിന്യൂസ് അടുപ്പിച്ച് 2 ദിവസം ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫേസിൽ നല്ല ഗ്ലോ ആയിട്ട് അറിയാനായിട്ട് പറ്റും. എല്ലാവരും ചോദിക്കും, അയ്യോ എന്താ ഫേസിൽ ഇട്ടേക്കുന്നത്, സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ എല്ലാവരും ചോദിക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം, നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷവും ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു പാക്ക് ഫേസിൽ ഇടുക. അതിനുശേഷം നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് നമുക്ക് ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് നൈറ്റ് നമ്മൾ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്യണം. ഓയിലിട്ട് ക്ലെൻസ് ചെയ്യുക. ഫസ്റ്റ് ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിച്ച് ഫേസ് നല്ലപോലെ നമ്മുടെ കണ്ണിലുള്ള കരിയും ലിപ്സ്റ്റിക്കും ഒക്കെ നല്ല വൃത്തിയായിട്ട് ക്ലെൻസ് ചെയ്ത് കളയുക. അതിനുശേഷം ഒരു കോട്ടൺ, നമ്മൾ ഇന്നലെ കാണിച്ചതുപോലെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ നിങ്ങൾ മിക്സ് ചെയ്ത്, അതിനകത്ത് വേണമെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇടാം, മിക്സ് ചെയ്ത് നിങ്ങളൊരു ബോട്ടിലാക്കി വെച്ചേക്കുക. എന്നിട്ട് കിടക്കാൻ നേരത്ത് ഫേസിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു കോട്ടൺ കൊണ്ട് നല്ല രീതിയിൽ തുടയ്ക്കുക. അപ്പോൾ ഈ ഗ്ലിസറിൻ നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറ്റാൻ സഹായിക്കും ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് കാരണം ഫേസിന് നല്ല ഒരു ക്ലെൻസിങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഫേസ് നൈറ്റ് ഫുള്ള് അത് അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിന് നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഇനിയുള്ള ദിവസങ്ങളിൽ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ക്ലെൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 9th ഡേയിലെ ഫേസ് പാക്കും. നിങ്ങൾ മസാജിങ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കിയേക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുക, ഒരുപാട് പേരിലേക്ക് എത്തുക, ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടാകുക. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.